പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെയും ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. നമ്മുടെ ഹൈറിച്ചിന്റെ ഏറ്റവും വലിയ ലീഡറായ, ഒരുപാട് ആൾക്കാരെ കണ്ണീര് കുടിപ്പിക്കുന്ന ലീഡറായ ജിനിൽ ജോസഫ് എന്നും വിദേശ ട്രിപ്പിന് പോയി എന്നുള്ള സന്തോഷകരമായ കാര്യമാണ് ഇന്ന് നിങ്ങളോടൊക്കെ അറിയിക്കാനുള്ളത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അദ്ദേഹം ചൈനയിലേക്ക് പോകുന്നു, ചൈനയിലെ ഗ്വാൻഷു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറയുന്ന എയർപോർട്ടിലും വിമാനത്തിലും ഒക്കെയുള്ള ഫോട്ടോകളാണ്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ 26-ാം തീയതിയാണ് ഇദ്ദേഹത്തിന് PMLA കോടതി ജാമ്യം അനുവദിച്ചത്. ഇദ്ദേഹം ഈ കുറ്റത്തിൽ 27ാമത്തെ പ്രതിയാണ്. അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇദ്ദേഹത്തിന് വിദേശത്തേക്ക് പോകാനുള്ള അനുമതി കിട്ടിയിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. എന്തായാലും അത്തരത്തിൽ അനുമതി ഇല്ലാതെ വിദേശത്ത് പോയി കഴിഞ്ഞാൽ അത് ഗുരുതരമായ ജാമ്യ വ്യവസ്ഥയുടെ ലംഘനം തന്നെയാണ്. ഇനി ഇദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ യാത്രകളൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കേണ്ടതാണ്. എന്താണ് ഇദ്ദേഹത്തെ ഇങ്ങനെ ഇടയ്ക്കിടെ വിദേശത്തേക്ക് പോകുന്നത്? ഇനി ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ചൈനയിലെ നമ്മുടെ ലോൺ ആപ്പ്, അതുപോലെയുള്ള ക്രിപ്റ്റോ ബിസിനസ് എല്ലാത്തിലും തന്നെ ചൈനയിലെ ആൾക്കാരാണ്. ചൈന, തായ്വാൻ ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. നൈജീരിയക്കാർ, ചൈനക്കാർ, തായ്വാൻകാർ ഒക്കെയാണ് പിടിക്കപ്പെടുന്നവർ. അപ്പോൾ എന്താണ് ചൈന കണക്ഷൻ എന്ന് പോലീസും അതുപോലെ തന്നെ ED ഒക്കെ അന്വേഷിക്കേണ്ടതാണ്. അവർ അത് കാര്യമായിട്ട് അന്വേഷിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബൈ.